ആറന്മുളയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ ആറന്മുള കണ്ണാടിയാണ്. അപ്പോൾ അത് ആറന്മുള കണ്ണാടി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോഹത്തിലാണ് ഉണ്ടാക്കുന്നത്. സ്പെഷ്യൽ കണ്ണാടി, സ്പെഷ്യൽ കൂട്ടുകൾ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ആറന്മുള കണ്ണാടിയുടെ ഷോപ്പിൽ നിന്ന് കയറിയിട്ട് അതിൻ്റെ മാനുഫാക്ചറിങ്ങും നമുക്കൊന്ന് കാണാം. ഇപ്പോൾ ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾക്ക് കാണുന്നത് കഥകളിയുടെ വേഷത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന ആറന്മുള കണ്ണാടിയുടെ രൂപമാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് മത്സ്യം. ഇതിന് ഓരോന്നിനും ഓരോ റേറ്റുകൾ വരുന്നത്. റേറ്റുകൾ ഞാൻ പറയാം ലാസ്റ്റിന്. ഇതിപ്പോൾ നമ്മുടെ ആറന്മുള പള്ളിയോടത്തിൻ്റെ ഷേപ്പിൽ ഉള്ളതാണ്. പിന്നെ താഴേക്ക് വരുമ്പം നമുക്ക് ശംഖിൻ്റെ രൂപത്തിലുള്ള ഇത് തന്നെ, ശംഖിൻ്റെ അതേ മാതൃകയിൽ ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇഷ്ടമുള്ള രൂപം സെലക്ട് ചെയ്യാം. ഓരോന്നിനും ഓരോ പ്രൈസ് റേഞ്ചസ് ആണ് വരുന്നത്. ഇതിപ്പോൾ ആലിലയുടെ ആ ഒരു ഷേപ്പാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ പണിശാല വന്നിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ കണ്ണാടികൾ മാനുഫാക്ചർ ചെയ്തിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കാണുന്ന ഈ ലോഹം, അതായത് ഈ മിറർ എന്ന് പറയുന്ന ആദ്യത്തെ ഒരു സ്റ്റേജാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പല പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് ഇത് കണ്ണാടിയായിട്ട് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ബഫ് ചെയ്താണ് കാണുന്നത്. അതായത് ആ ലോഹം നമ്മൾ ബഫ് ചെയ്ത് ഈ ഒരു രൂപത്തിലേക്ക് മാറും. എന്നിട്ടാണ് ഫൈനൽ സ്റ്റേജ് മിററായിട്ട് മാറുന്നത്. ഒരു പോർഷൻ ബഫിങ് കഴിഞ്ഞാൽ ഇത് ഫൈനലാണ്. ഇപ്പം നമ്മൾ ഈ നിലത്ത് കാണുന്നതെല്ലാം ഫൈനൽ ബഫിങ് കഴിഞ്ഞാണ്. ഇതിനി നമ്മൾ നേരെ അതിൻ്റെ ഫ്രെയിമുകളിലേക്ക് പിടിപ്പിക്കുക മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഫ്രെയിം പോളിഷിങ്ങും എല്ലാം കഴിഞ്ഞ് ഫ്രെയിമുകളിലേക്ക് ഈ ഗ്ലാസ് ഫ്രെയിമുകളല്ലേ. ഓ ശരി. മോൾഡ് ചെയ്തെടുക്കുന്ന അവിടുന്ന് ഫ്രെയിം എടുത്താൽ ഫയലിന്റെ ഷേപ്പ് ചെയ്യും, പിന്നെ പഞ്ച് ചെയ്ത് ഡിസൈൻ ചെയ്യും. ഇതെല്ലാം ഹാൻഡ് വർക്കിൽ ചെയ്യുന്നത്. ഹാൻഡ് വർക്ക് അല്ലേ, അതുകൊണ്ടായിരിക്കും കോസ്റ്റില് അല്ലേ. ഗ്ലാസും ഫുള്ള് ഹാൻഡ് മെയ്ഡ് ഫുള്ള്. അതായത് ഈ കണ്ണാടി എന്ന് പറയുന്നത് ഫുൾ ഹാൻഡ് മെയ്ഡ് സാധനം. ഫ്രെയിമിൽ നമുക്ക് 2-3 മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഗ്രൈൻഡിങ് മെഷീൻ യൂസ് ചെയ്യും, ബഫിംഗ് മെഷീൻ. ഇത് ഡിസൈൻ ചെയ്തിട്ട് ബാക്ക് സൈഡ് പേപ്പറിൽ അടിച്ചിട്ട് പിച്ചളയുടെ തകിട് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് വിളക്കുവാണ്. ഓക്കെ. അതിന്റെ ഫ്രെയിമിന്റെ വർക്കാണ്. എന്റെ പേരെന്താ? ഇത് ഫൈനൽ ബഫിംഗ് കഴിഞ്ഞിട്ടുള്ള ഫ്രെയിമുകളായിരിക്കുന്നത്. ഇതിലേക്കാണ് ഇനി നമ്മൾ ആദ്യം കണ്ട മിറർ കൊണ്ട് ഫിക്സ് ചെയ്യുന്നത്. ഇതിപ്പം നമ്മുടെ കണ്ണാടികൾ പാക്ക് ചെയ്ത് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഈ പാക്കിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ഇത് ശംഖിൽ തീർത്ത ഒരു ആറന്മുള കണ്ണാടിയാണ്. ശരിക്കും നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻസിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം താല്പര്യമുള്ളവർക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഇതിന്റെ റേറ്റ് എത്ര വരുന്നത്? 7,000 ആണ് MRP അല്ലേ. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്യാം. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കോൺടാക്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്തേക്കാം. അപ്പം ഇങ്ങനെയുള്ള ഓരോ മോഡൽസ് ഉണ്ട്. നമ്മളെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെയാണെങ്കിൽ അവർക്ക് വർത്തായിട്ടില്ലേ, ഭയങ്കര വർത്തായിട്ട് ഉള്ള ഗിഫ്റ്റുകളായിരിക്കും. ഇത് പൈതൃക പട്ടികയിലൊക്കെ പേര് വന്നിട്ടുള്ളതല്ലേ അല്ലേ. അപ്പം നിങ്ങൾ ഒരു ഗിഫ്റ്റ് ഇനി ആരെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ആറന്മുള കണ്ണാടി. അപ്പോൾ നമ്മൾ ഇവിടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കാം. ഇത് അമ്പലത്തിൻ്റെ തെക്കേ നടയാണ്, ആറന്മുള ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലാണ്. അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ടാഗ് ചെയ്തേക്കാം. സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും മറക്കല്ലേ. നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞാൽ മതി, GK സ്നാപ്ഷോട്ട് എന്ന്. അവർ സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയൊരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.